എന്താണ് ഈ കൺവേർട്ടഡ് സീറ്റ്? നിങ്ങൾ കേരളത്തിൽ ഒരു MBBS നോക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മാർക്ക് ബോർഡറിലാണെങ്കിൽ ഈ കൺവേർട്ടഡ് സീറ്റ് കിട്ടാൻ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ? ഏതെല്ലാം കാറ്റഗറിയിൽ നിന്ന് സീറ്റാണ് അവർ കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നത്? കേരളത്തിൽ 85% സെൽഫ് ഫിനാൻസിങ് സീറ്റുകൾ കാറ്റഗറി അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചിട്ട് ഈ വർഷം സേഫ് ആയിട്ടുള്ള ഒരു സ്കോർ എത്ര നിങ്ങൾ നേടണം, അല്ലെങ്കിൽ എത്ര ഓൾ ഇന്ത്യ റാങ്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. കേരളത്തിലെ മുസ്ലിം മൈനോറിറ്റി കുട്ടികളും അതുപോലെ തന്നെ കേരളത്തിലെ ക്രിസ്ത്യൻ മൈനോറിറ്റി കുട്ടികളും നിങ്ങളുടെ മൈനോറിറ്റി സീറ്റ് ഒരു MBBS കിട്ടാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്? അതുപോലെ ഈ വർഷം നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു നീറ്റ്നെസ് സ്കോർ എത്രയാണ്, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ റാങ്ക് എത്രയാണ്? കേരളത്തിൽ MBBS മുസ്ലിം മൈനോറിറ്റി സീറ്റുകളിൽ 35% സീറ്റുകൾ എന്ത് അടിസ്ഥാനത്തിലാണ് നൽകുന്നത്? ഈ വർഷം മുസ്ലിം മൈനോറിറ്റി ഒരു MBBS കിട്ടാൻ വേണ്ടിയിട്ട് എത്ര കോളേജുകളാണ് കേരളത്തിലുള്ളത്? അതുപോലെ തന്നെ എത്ര നീറ്റ് നിങ്ങൾ സ്കോർ ചെയ്യണം? അതുപോലെ ഓൾ ഇന്ത്യ റാങ്ക് നിങ്ങൾ എത്ര സ്കോർ ചെയ്യണം? ഇതുപോലെ നിങ്ങൾ കേരളത്തിൽ ഒരു NRI MBBS സീറ്റ്, അല്ലെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ്, അല്ലെങ്കിലോ NRI ലാപ്സ്ഡ് സീറ്റ്, അല്ലെങ്കിൽ NRI കൺവേർട്ടഡ് സീറ്റ്, ഇങ്ങനെയുള്ള സീറ്റുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ക്ലിക്ക് ഓൺ ദിസ് ലിങ്ക് ടു രജിസ്റ്റർ. ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ കോളേജിൽ എത്തുന്നത് വരെ മൈസെൽഫ് സലാഹുദ്ദീൻ പിരാലി, എ മെക്കാനിക്കൽ എഞ്ചിനീയർ ടേൺ കരിയർ ഡിസ്കവറി കോച്ച്. കഴിഞ്ഞ 12 വർഷമായിട്ട് MBBS, MD, MS പോലുള്ള കോഴ്സുകൾക്ക് ഇന്ത്യയിലും വിദേശത്തും ഗൈഡൻസും അഡ്മിഷനും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.